വെൽക്കം ടു ദ ന്യൂ വ്ളോഗ് ഓഫ് ലക്ഷ്യം വ്ളോഗ്. ലക്ഷ്യം വ്ളോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വ്ളോഗിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 2, അതായത് ഓൾറെഡി ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ പാർട്ട് 1 ദ ലാൻഡ് മാർക്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ടായിരുന്ന ലാൻഡ് മാർക്കുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏർലി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സഭാസ് ആൻഡ് സമിതീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സംഘാസ്, അതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇതിൽ പറയാൻ പോകുന്നത് കമ്പനി റൂൾസിനെ കുറിച്ചാണ്. അപ്പം എന്താണ് കമ്പനി റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർ ചെയ്തിട്ടുള്ള റൂളാണ് കമ്പനി റൂൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവർ ഡെവലപ്പ് ചെയ്ത റൂളാണ് കമ്പനി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി റൂള് എന്താണെന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് EIC കമ്പനി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 AD ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഒരു ചാർട്ടർ അതായത് ഒരു ലൈസൻസ്, ഇന്ത്യയിൽ ട്രേഡിംഗ് നടത്താനുള്ള ഒരു ലൈസൻസ് അവർ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിൽ നിന്ന് അവർ ഉടമ്പടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ഈ ഉടമ്പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ അവർക്ക് മൊണോപ്പൊളി ആയിട്ട്, അവർക്ക് കുത്തകയായിട്ട്, അവർക്ക് മാത്രം ട്രേഡ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് ഈ ചാർട്ടർ പ്രകാരം അവർ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇന്ത്യയിൽ വന്ന സമയത്ത്, ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റിച്ച് കൺട്രി ആയിരുന്നു. അതായത് അവർ എക്കണോമിക്കലായിട്ട് ഇന്ത്യ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നിലധികം നാട്ടുരാജ്യങ്ങൾ, അത് കുറേ നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും എല്ലാം ഉണ്ടായിരുന്ന സമയമായിരുന്നു ഇന്ത്യയിൽ. അപ്പം ഇന്ത്യയിൽ അവർ ട്രേഡിംഗ് എല്ലാം നടത്തി. അപ്പോൾ അവർ ഓരോന്നായിട്ട് അവരുടെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1763 1763 ബാറ്റിൽ ഓഫ് ബോക്സർ വെച്ചിട്ടൊരു യുദ്ധം നടക്കുന്നത്. അപ്പം ബോക്സർ യുദ്ധമാണ് അത് നടക്കുന്നത്. അപ്പം ബാറ്റിൽ ഓഫ് ബോക്സർ 1763. അപ്പോൾ ഇത് നടക്കുന്ന ആരൊക്കെ തമ്മിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, EIC, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കമ്പൈൻഡ് ആർമി ഓഫ് മുഗൾ റൂളേഴ്സ്, അതായത് ഒന്നിലധികം മുഗൾ റൂളേഴ്സ് തമ്മിലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മുഗൾ റൂളേഴ്സും തമ്മിലാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ബോക്സർ നടന്നത്. ഇപ്പോൾ 1763 നടന്നത്. അപ്പം അതിൽ ഉള്ള മുഗൾ റൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബംഗാളിലെ നവാബായിട്ടുള്ള മിർ ഖാസിമും അതേപോലെ തന്നെ മുഗൾ കിങ് ആയിട്ടുള്ള ഷാ ആലം സെക്കൻഡുമായിട്ടാണ് യുദ്ധം നടന്നത്, അതായത് ബാറ്റിൽ ഓഫ് ബോക്സർ നടന്നത്. അപ്പോൾ അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുകയും അവിടെ ഒരു ഉടമ്പടി, അതായത് ഒരു ട്രീറ്റി ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതായത് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഫോം ചെയ്യുന്നു. അതാണ് ഈ ദീവാനി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദീവാനി റൈറ്റ് വരുന്നത് 1765 ദീവാനി റൈറ്റ്, അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് അലഹബാദ് അത് വരുന്നത്. അപ്പോൾ അത് നടക്കുന്ന ഈ ദീവാനി റൈറ്റ്സ്, അതായത് ട്രീറ്റി ഓഫ് അലഹബാദ് പ്രകാരം ഈ ദീവാനി റൈറ്റ് എന്ന് പറയുന്നത് ഈ ബംഗാൾ, ഒറീസ, ബീഹാർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നുള്ള റവന്യൂ കളക്ഷനും സിവിൽ ജസ്റ്റിസും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു ദീവാനി റൈറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു റൈറ്റ്, അതായത് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്യാനും അതേപോലെ സിവിൽ ജസ്റ്റിസ് നടപ്പിലാക്കാനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവർക്ക് പവർ നൽകിക്കൊണ്ടുള്ള ഉടമ്പടിയായിരുന്നു ദിവാനി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നടക്കുന്ന നവാബിനുണ്ടായിരുന്ന നവാബിന് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറും ജുഡീഷ്യറി അഡ്മിനിസ്ട്രേഷനും മാത്രമായിരുന്നു അവർക്കുള്ള പവർ. ബാക്കി പവറെല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. അതായത് മെയിനായിട്ട് അവർ തന്നെയാണ് റവന്യൂ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ റവന്യൂ കളക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും ഈ ഒരു നവാബിനെല്ലാം കൊടുത്തുകൊണ്ടുള്ളത്. അപ്പോൾ അതാണ് ദീവാനി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡിംഗ് എല്ലാം നടത്തി അവർ തന്നെ ധാരാളം പണമെല്ലാം ഇന്ത്യയിൽ നിന്ന് സമ്പാദിക്കുകയും അതുവഴി ഒരുപാട് പ്രോബ്ലംസും അവരിലിടയ്ക്ക് വരികയും, അതായത് അഴിമതി പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ഇത് പാർലമെൻറ്റ്, അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ അറിയുകയും ബ്രിട്ടീഷ് പാർലമെൻറ്റ് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടും
ഫോം ചെയ്ത റൂളാണ് കമ്പനി റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പനി റൂൾസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, അത് കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് കമ്പനി റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി റൂൾസിൽ അതുവരെ നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കമ്പനി റൂളിൽ ഫസ്റ്റ് റൂളായിട്ടുള്ള റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 1773 റെഗുലേറ്റിംഗ് ആക്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ്? അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനിയുടെ EIC, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ട്രേഡിങ്ങിനെല്ലാം കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്ത ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫെയർസ് ഓഫ് ദ EIC ഇൻ ഇന്ത്യ. EIC മീൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഓക്കെ, അതായത് കമ്പനി റൂളിലെ ഫസ്റ്റ് വൺ. ഓക്കെ, ഇതിന് നമുക്ക് EIC ആക്ട് എന്നും പറയാം, അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് ഫസ്റ്റ്. ആദ്യത്തെ, അതായത് ചാർട്ടർ ആക്ട് 1773 എന്ന് പറഞ്ഞാലും റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ചാർട്ടർ ആക്ട്, ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന അവർ സെൻട്രലൈസേഷൻ, അതായത് എവിടേക്കാണോ ബ്രിട്ടീഷുകാരുടെ പവർ ഉള്ളത് ആ പ്രദേശങ്ങളെല്ലാം ഒന്ന് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പവേഴ്സിനെല്ലാം സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്ത ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് സെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പവറിൻ്റെ കീഴിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കൊണ്ടുവരിക, അതിൻ്റെ അധികാര പരിധിയിലേക്ക് ബാക്കിയുള്ളതിനെല്ലാം കൊണ്ടുവന്ന് സെൻട്രലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ഫസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിലെ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഒരു 4 members ഉള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 members ഉള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിനെ അവർ ഫോം ചെയ്തു. ഇറ്റ് ഡിസൈനേറ്റഡ് ദ ഗവർണർ ഓഫ് ബംഗാൾ ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആൻഡ് ക്രിയേറ്റഡ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 members ടു അസിസ്റ്റ് ഹിം. അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി എന്താണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആക്ടിന് മുമ്പ്, ബിഫോർ ദ ആക്ട് 3 ഗവർണേഴ്സ് ആയിരുന്നു ഇവരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ അധികാര പരിധി ഉണ്ടായിരുന്നത്. അതായത് ബംഗാളിൽ ഒരു ഗവർണർ, ബോംബെയിൽ ഒരു ഗവർണർ, അതേപോലെ തന്നെ മദ്രാസിൽ ഒരു ഗവർണർ, അങ്ങനെ 3 സെക്ഷനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആഫ്റ്റർ ദ ആക്ട് ബംഗാളിലെ ഗവർണർ എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി. പക്ഷെ അതിന് കീഴിൽ എന്ത് വന്നു? ബോംബെയിലെ ഗവർണറും മദ്രാസിലെ ഗവർണറും ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ അധികാര പരിധിയിലായി. ദാറ്റ് മീൻസ് ഇവിടെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. അതായത് ഈ 2 അവരുടെ സാമ്രാജ്യങ്ങളെ ഈ ഒരു ഇതിലേക്ക്, ബംഗാൾ ഓഫ് ഗവർണർ ജനറലിൻ്റെ കൺട്രോളിലേക്ക് ഈ 2 അധികാര പരിധികളെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇവിടെ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗവർണർ ഓഫ് ബോംബെ ആൻഡ് ഗവർണർ ഓഫ് മദ്രാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവർണർ ജനറൽ ഓഫ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ്, ഈ ഗവർണർ ജനറലിൻ്റെ സബോർഡിനേറ്റ് ആയിരിക്കും ഗവർണർ ജനറൽ ഓഫ് ബോംബെയും ഗവർണർ ജനറൽ ഓഫ് മദ്രാസും വരുന്നത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് വാരൻ ഹസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറലിനെ എന്തായാലും ഓർത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാരൻ ഹസ്റ്റിംഗ് ആണ്. അപ്പോൾ ഗവർണർ ഓഫ് ബംഗാളിനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് മാറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഗവർണർ ഓഫ് മദ്രാസും ഗവർണർ ഓഫ് ബോംബെയും അണ്ടർ ദ പവർ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇറ്റ് മെയ്ഡ് ദ ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ് subordinate to the Governor General of Bengal, unlike earlier when the 3 presidencies were independent one another.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ആ ആക്ടിന് മുമ്പ് ആ 3 പ്രസിഡൻസീസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ആക്ടിന് ശേഷം, അതായത് റെഗുലേറ്റിംഗ് ആക്ട് 1773 ശേഷം എന്താണ് ചെയ്തത്? മദ്രാസ് പ്രസിഡൻസിനെയും അതേപോലെ തന്നെ ബോംബെ പ്രസിഡൻസിനെയും അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ബംഗാളിൻ്റെ കീഴിലാണ് പിന്നെ 2 പ്രസിഡൻസീസ് ഉണ്ടായിരുന്നത്. അതായത് സെൻട്രലൈസേഷൻ കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ഒരു കാര്യം എന്നുള്ളത് 1774 കൽക്കത്തയിൽ സുപ്രീം കോർട്ട് ഫോം ചെയ്തു. ഫസ്റ്റ് സുപ്രീം കോർട്ട് ഫോം ചെയ്തത് 1774 കൽക്കത്തയിലാണ്. അപ്പോൾ അവിടെ ആ ഒരു സുപ്രീം കോർട്ടിൽ 1 ചീഫ് ജസ്റ്റിസും 3 അതർ ജഡ്ജസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോം ചെയ്തത് വില്യം ഫോർട്ടിലാണ് അത് ഫോം ചെയ്തത്. പിന്നെ ഈ ഒരു ആക്ടിലൊരു കാര്യം, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, ഇറ്റ് പ്രൊഹിബിറ്റ് ദ സെർവൻസ് ഓഫ് ദ കമ്പനി ഫ്രം എൻഗേജിങ് എനി പ്രൈവറ്റ് ട്രേഡ്. അത് ഓർമ്മ വേണം. പ്രൈവറ്റ് ട്രേഡ് നിർത്തലാക്കിയത് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. എനി പ്രൈവറ്റ് ട്രേഡ് ഓർ അക്സെപ്റ്റിംഗ് പ്രസൻസ് ഓർ ബ്രൈബ്സ് ഫ്രം ദ നേറ്റീവ്സ്, അതായത് കൈക്കൂലിയോ പ്രസൻസോ ഒന്നും വാങ്ങാൻ പാടില്ലെന്നും, അതേപോലെ തന്നെ ഈ കമ്പനിയുള്ള സെർവൻസ് പ്രൈവറ്റ് ട്രേഡ് നടത്താൻ പാടില്ല എന്നുള്ള ആ പ്രൊഹിബിഷനും കൂടെ വന്നത് ഈ ഒരു ആക്ടിലാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്, അല്ലെങ്കിൽ ചാർട്ടർ ആക്ട് 1773 വഴിയാണ് ഈ ഒരു കാര്യം വന്നത്. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവ് പവറുള്ള കൗൺസിലാണ്. അപ്പോൾ അതിൽ 4 മെമ്പേഴ്സാണ്. അവർ അസിസ്റ്റ് ചെയ്യുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെയാണ്. അതേപോലെ തന്നെ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവേണിംഗ് ബോഡി രൂപീകരിച്ചു. അതിന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൂടുതൽ കമ്പനിയുടെ മുകളിൽ കൺട്രോൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഫോം ചെയ്തത്. അപ്പം it strengthened the control of the British government over the company by requiring the Court of Directors. It was a governing body of the company to report on its revenue, civil and military affairs in India. അത് ഇന്ത്യയിൽ EIC, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്ന റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഫോം ചെയ്തത്. അപ്പം ഇത്രയും മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് ഓർക്കുക. എന്തിനായിരുന്നു? ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിൽ കൊണ്ടുവന്നു. സെൻട്രലൈസേഷൻ്റെ ഭാഗമായിട്ട് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളാക്കി. അതേപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിനെയും ബോംബെ പ്രസിഡൻസിനെയും അതിൻ്റെ കൺട്രോളിലാക്കി. പിന്നെ വന്നത് എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതായത് ലെജിസ്ലേറ്റീവ് പവറുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഫോം ചെയ്തു. അത് ശരിക്കും ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ അണ്ടറിലായിരുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൗൺസിൽ ഫോം ചെയ്തത്. അതേപോലെ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഫോം ചെയ്തു. കമ്പനീനെ കുറിച്ചുള്ള റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർട്ട് ഓഫ് ഡയറക്ടറിനെ ഫോം ചെയ്തത്. പിന്നീട് വന്നത് സുപ്രീം കോർട്ട് ഫോം ചെയ്തത് റെഗുലേറ്റിംഗ് ആക്ട് 1773 ബേസ് ചെയ്തിട്ടാണ്. അത് 1774 ഫോം ചെയ്തത്. കൊൽക്കത്തയിലുള്ള വില്യം ഫോർട്ടിലാണ് ഫോം ചെയ്തത്. ഒരു ചീഫ് ജസ്റ്റിസും 3 വേറെ ജഡ്ജസും കൂടി ഫോം ചെയ്തിട്ടാണ് സുപ്രീം കോർട്ട് ഫോം ചെയ്തത്. പിന്നെ കമ്പനി സെർവൻസ് പ്രൈവറ്റ് ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അതിനെ പ്രൊഹിബിറ്റ് ചെയ്തതും ഈ ഒരു ആക്ടിലൂടെയാണ്. അപ്പോൾ ഒരു പ്രസൻസോ ബ്രൈബ്സോ ഒന്നും വാങ്ങാൻ പാടില്ല എന്നും ഈ ഒരു ആക്ടിലൂടെ അവർ ഉത്തരവിറക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഓർക്കേണ്ടത്. ഇനി അടുത്തത് അമെൻഡ്മെൻറ്റ് ആക്ട് അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെൻ്റ് ആണ്. അത് നെക്സ്റ്റ് വ്ളോഗിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വ്ളോഗിലൂടെ വീണ്ടും കാണാം.